ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ ബാങ്കുവിളിയെ സംബന്ധിച്ച് അലഹബാദ് ഹൈക്കോടതിയും ബോംബെ ഹൈക്കോടതിയും ലൗഡ് സ്പീക്കർ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. കാരണം ഇത് മറ്റുള്ളവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, ശല്യമാണ്. ഇത് മലയാളത്തിൽ വിളിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരമില്ല. പിന്നെ അതിന് ഉത്തരം ഒരു വ്യക്തിക്കായിട്ടോ അതല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കായിട്ടോ ഒരു പൗരോഹിത്യത്തിനോ കണ്ടെത്താൻ സാധിക്കുന്നതല്ല. മതം അങ്ങനെയാണ്. മതത്തിന്റെ വിധികളും വിലക്കുകളും ഒരു വ്യക്തിക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റാനും തിരുത്താനും ഒന്നും പറ്റില്ല. പക്ഷേ ആവശ്യമെന്ന് തോന്നിയാൽ, സന്ദർഭമെന്ന് തോന്നിയാൽ നമ്മൾ അത് തിരുത്തുകയും ചെയ്യും. ഓക്കെ, ഇവർക്ക് അറബിയെ പറ്റൂ. ഓക്കെ, ലൗഡ് സ്പീക്കർ വെച്ചിട്ട് തന്നെ വിളിക്കണം, ശരി. പുരുഷന്മാര് തന്നെ വിളിക്കണം, ഓക്കെ. 5 നേരത്തേക്കുള്ളത് നിർബന്ധമായിട്ടും ചെയ്യണം. അന്ന് നമസ്കാരത്തിന്റെ സമയം അറിയാൻ പറ്റിയ സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷെ അങ്ങനെ വിളിച്ചിരുന്നത്. എന്തായിരുന്നാലും ചരിത്രം അങ്ങനെയാണല്ലോ, മാറ്റണം. ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഇസ്ലാം ആണ് എന്ന് കരുതി മാറ്റാതിരിക്കാനും പറ്റില്ല. മതത്തെ ഭയക്കുന്നവര് ഭയന്ന് പിന്മാറി നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തൽക്കാലം ഒരു സ്ത്രീ ശബ്ദത്തിൽ തന്നെ മനോഹരമായ ഒരു ബാങ്ക് നമുക്കൊന്ന് കേട്ടുകളയാം. കുഴപ്പമുണ്ടോ? ഉള്ള കുഴപ്പമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, പ്രശ്നമില്ല. അപ്പോൾ മ്യൂസിക് ഹറാമായതുകൊണ്ട് തൽക്കാലം ഞാനൊരു മ്യൂസിക് ഇടുന്നുണ്ട്. പെണ്ണിന്റെ ശബ്ദമേ അലോസരമാണ്. പെണ്ണിന്റെ മുഖം കാണുന്നത് പറയാനുമില്ല, ഒരു മുടി കണ്ടാൽ ബാക്കി കാര്യങ്ങൾ പറയാനുമില്ല. എന്തായിരുന്നാലും എല്ലാം ഹറാം പറപ്പാണ്. അപ്പൊ ആ ഹറാം പറപ്പിന്റെ കൂടെ ഒരു ഹറാം പറപ്പ്, അത് വൃത്തിയായിട്ട് ചെയ്യണമല്ലോ. വൃത്തികേട് ചെയ്താലും വൃത്തിയായിട്ട് ചെയ്യണം. നെറികേടാണ്. മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതം വ്രണപ്പെടും. മതവികാരം അങ്ങനെയാണ്, വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരു സാധനമാണ്. ഒക്കെ ശരി തന്നെയാണ്, സമ്മതിക്കുന്നു. എന്തായിരുന്നാലും വ്രണപ്പെട്ട സ്ഥിതിക്ക് ലേശം കൂടി അങ്ങോട്ട് വ്രണപ്പെടട്ടെ, അല്ലേ? കുഴപ്പമില്ല. അപ്പോ പ്രവാചകന്റെ പേരിലുള്ള ബാങ്ക് ഷിയ വിഭാഗങ്ങൾക്ക് മുഹമ്മദ് എന്നതിന് പകരം അലി എന്നു മാറ്റിയപ്പോഴുണ്ടാകാത്ത വികാരം അള്ളാഹു എന്ന വാക്കിന് പകരം ഷെയ്ത്വാൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇനി അതല്ല നിങ്ങൾക്കുണ്ടാകുന്നെങ്കിൽ അനുഭവിക്കുക, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അശ്ശൈത്വാനു അഅ്ളമു അശ്ശൈത്വാനു അഅ്ളം الشيطان أعلم والشيطان أعلم أشهد أن لا إله إلا الشيطان أشهد أن لا إله إلا الشيطان أشهد أن الشيطان نفس الله أشهد أن الشيطان نفس الله هيا على الجهاد هيا على هيا على الارتداد هيا على الارتداد الشيطان أعلم والشيطان أعلم لا إله إلا الشيطان. ഈ ബാങ്കിന് അല്ലറ ചില്ലറ ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തേതായിട്ട് സ്ത്രീ ശബ്ദമാണ്. ബാങ്കിന് സ്ത്രീ ശബ്ദം പാടില്ല, ഹറാമാണെന്ന് അറിയാമല്ലോ. സ്ത്രീ ഒരു കൃഷിയിടമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. കറുത്ത പട്ടിയോടും കഴുതയോടും ഒക്കെയാണ് സ്ത്രീയെ ഉപമിച്ചിരിക്കുന്നത് കൃഷിയിടം. ശരി, ഒന്നതാണ്. 2, ഔറത്തു മറച്ചിട്ടില്ല. സ്ത്രീ ശബ്ദം പറ്റില്ല,
ഔറത്ത് മറച്ചിട്ടില്ല. പിന്നെ അള്ളാഹു എന്നതിന് പകരം നമ്മൾ അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനേക്കാൾ എന്തുകൊണ്ടും മഹാൻ ഇബ്ലീസാണ്. ഖുർആനിലൂടെ തന്നെ ഹദീസുകളിലൂടെ തന്നെയാണ് ഞാൻ ഇബ്ലീസിനെയും അള്ളാഹുവിനെയും കമ്പയർ ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് തരാം. രണ്ടതാണ്. പിന്നെ മൂന്നാമത്തേതായിട്ട് മ്യൂസിക് ഹറാമാണ്. ഒരു ലൈറ്റായിട്ടൊരു മോട്ടിവേഷണൽ മ്യൂസിക് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അർത്ഥം നോക്കാം. അപ്പൊ ബാങ്ക് മലയാളത്തിൽ വിളിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് പലരും ചോദിച്ചിരിക്കുന്നത്. ഇല്ല. ഇനിയും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റവും വലിയവനാണ്. അതാണ് 4 തവണ പറയുന്നത്. നമ്മൾ ഇതിനകത്ത് പിശാച് എത്രയോ മഹത്വമുള്ളവനാണ്. അളീം എന്ന് പറഞ്ഞാൽ മഹാൻ എന്നാണ് കേട്ടോ, മഹത്വം. പിശാച് എത്രയോ മഹത്വമുള്ളവനാണ്. ഖുർആൻ പ്രയോഗിച്ചത് പിശാച് എന്നല്ല, ഷെയ്ത്വാൻ എന്ന പദമാണ്. ഇബ്ലീസ് എന്ന പദവും പ്രയോഗിച്ചിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. അപ്പോ ഷെയ്ത്വാൻ മഹാനാണ്, ഷെയ്ത്വാൻ മഹാനാണ്. ഓക്കെ. 2, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല ഷെയ്ത്വാൻ. അങ്ങനെ ആരാധന വേണമെങ്കിൽ നന്മയുടെ പ്രതീകമായ മനുഷ്യന് എല്ലാ രൂപത്തിലുള്ള നന്മകളും അൺലിമിറ്റഡ് ആയിട്ട് അവനവന്റെ തോന്നലിനനുസരിച്ചിട്ടുള്ള നന്മകൾ സെലക്ട് ചെയ്യാൻ അനുമതി കൊടുത്ത, എന്നെ ആരാധിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത, എണ്ണയും തിളപ്പിച്ച് വെച്ചിട്ട് എന്നെ ആരാധിക്കാത്ത ആളുകളെ മുക്കി പൊരിച്ച് അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളല്ല ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഷെയ്ത്വാൻ. അപ്പോ ഷെയ്ത്വാൻ അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. 2 തവണയും അത് തന്നെയാണ് പറയുന്നത്. ഇനിയും അഷ്ഹദു അന്ന ഷെയ്ത്വാന നഫ്സുല, ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവും പിശാചും ഒരാള് തന്നെയാണ്. അള്ളാഹു ചെയ്യുന്നതെല്ലാം പിശാചും ചെയ്യുന്നുണ്ട്, ഇബ്ലീസ് ചെയ്യുന്നുണ്ട്. ഇബ്ലീസ് ചെയ്യുന്നതെല്ലാം പടച്ചോനും ചെയ്യുന്നുണ്ട്. അപ്പൊ നഫ്സുള്ള അള്ളാഹു തന്നെയാണ് ഇബ്ലീസും. ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഇബ്ലീസും അള്ളാഹു തന്നെയാണ്. ഓക്കെ. ഇനി അടുത്തത് ഹയ്യ അലൽ ഇൽഹാദ്. ഈ പടച്ചോനെ ഉപേക്ഷിച്ചിട്ട് നിരീശ്വരവാദത്തിലേക്ക് വരും. 2 തവണ. ഇൽഹാദ് എന്ന് പറയുന്ന നിരീശ്വരവാദമാണ് കേട്ടോ. അടുത്തത് ഹയ്യ അലൽ ഇർത്തിദാദ്. മതം വിട്ട് പുറത്തേക്ക് വരും. മതം വിട്ട് മുർത്തദ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിന്റെയാണ് ഇർത്തിദാദ് എന്ന് പറഞ്ഞാൽ മതം വിടൽ. ഓക്കെ. ഹയ്യ അലൽ ഇർത്തിദാദ്, അതാണ് 2 തവണ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അഷ്ഹദു ഇനിയാണല്ലേ. ഇനി അശ്ശൈത്വാനു അഅ്ലമു അശ്ശൈത്വാനു അഅ്ലം. ആദ്യം പറഞ്ഞ അതേ വാചകം വീണ്ടും ആവർത്തിക്കുകയാണ്. അശ്ശൈത്വാനു അഅ്ലമു അശ്ശൈത്വാനു അഅ്ലം. അടുത്തത് ലാ ഇലാഹ ഇല്ല ഷെയ്ത്വാൻ. ഷെയ്ത്വാൻ അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രത്യേകിച്ച് മതവികാരം വ്രണപ്പെട്ട ആളുകൾ അവരുടെ മതവികാര വ്രണപ്പെടൽ ഏത് രൂപത്തിലാണ് ഉണ്ടായത് എന്നൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. കാരണം ബാങ്ക് ഖുർആനിലുള്ളതല്ല. പ്രവാചകന് ജിബ്രീൽ വഴി ദൈവിക വെളിപാട് കിട്ടിയതുമല്ല ബാങ്ക്. വെറും സ്വപ്നം മാത്രമാണ്. നബിയുടെ അനുചരന്മാരും സ്വപ്നം കണ്ടു, നബിയും സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ രടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. ആദ്യം നമസ്കരിക്കാൻ സമയമായി എന്ന് നമുക്ക് അറിയിക്കാൻ ചെണ്ട കുട്ടിയാലോ മണിയടിച്ചാലോ ശംഖൂതിയാലോ വിളിച്ചു പറഞ്ഞാലോ ഇങ്ങനെയൊക്കെ നബിയുടെ അനുചരന്മാർക്കിടയിൽ ഉണ്ടായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് പിന്നീട് അതൊന്നും വേണ്ട, നമുക്ക് ഈ വിളിച്ചു കൂക്കൽ തന്നെ മതി എന്നുള്ള രൂപത്തിലേക്ക് എത്തിച്ചത്. ഓക്കെ, നന്ദി.